അധികാരത്തിലേറിയതോടെ അമേരിക്കൻ ടൂറിസത്തിന്റെ കാര്യവും കട്ടപ്പുകയായിരിക്കുകയാണ്. വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ എക്സ്ക്ലൂസീവ് ഡാറ്റ പ്രകാരം 2025 അമേരിക്കയുടെ ടൂറിസം വരുമാനത്തിൽ $12.5 ബില്യൺ നഷ്ടമാകുമെന്നും ഇത് വർഷം തോറും 7% ഇടിവ് രേഖപ്പെടുത്തുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വർഷാവസാനത്തോടെ സന്ദർശക വരുമാനം $169 ബില്യൺ താഴെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇത് 2019 22% ഇടിവിനൊപ്പമാകുമെന്നുമാണ് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത്. WTTCയുടെ പ്രസിഡന്റും ചീഫ് എക്സിക്യൂട്ടീവുമായ ജൂലിയ സിംസൺ ഈ പ്രശ്നത്തിന്റെ ഗൗരവം എടുത്തു പറയുന്നുണ്ട്. ടൂറിസത്തിന്റെ ഗണ്യമായ സാമ്പത്തിക കാൽപ്പാടുകൾ കണക്കിലെടുക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കാമെന്ന് സിംസണും ഊന്നി പറയുന്നുണ്ട്. ഏകദേശം $2.6 ട്രില്യൺ, അതായത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ 9% ഈ മേഖലയാണ്. 20 ദശലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുകയും പ്രതിവർഷം ഏകദേശം $585 ബില്യൺ നികുതിയായി സംഭാവന ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മാന്ദ്യത്തിന് നിരവധി ഘടകങ്ങൾ കാരണമാകുന്നുണ്ട്. ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ആരംഭിച്ച കോവിഡ് കാലഘട്ടത്തിലെ യാത്രാ നിയന്ത്രണങ്ങൾ തുടക്കത്തിൽ അന്താരാഷ്ട്ര സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. മാത്രമല്ല, സ്ഥിരമായി ഡോളർ ഇടിയാതെ നിന്നതും വിനോദസഞ്ചാരികളുടെ ചിലവ് ഉയർത്തിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ജപ്പാനിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള പ്രധാന സന്ദർശക ഗ്രൂപ്പുകളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്.